KEAM 2024 സംബന്ധിച്ച് പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. മക്കളെല്ലാവരും തന്നെ ഓൺലൈനായിട്ട് KEAM എക്സാമിന് സബ്മിറ്റ് ചെയ്തവരായിരിക്കും അപേക്ഷകൾ. അപ്പോൾ നമ്മുടെ അപേക്ഷയിൽ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ ഫോട്ടോ, സിഗ്നേച്ചർ, അതുപോലെ പേരിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ ആ ഒരു കറക്ഷൻസ് ഓഫീസിന് മുമ്പാകെ താഴെ കാണുന്ന മെയിൽ ഐ ഡി വഴി എന്ത് ചെയ്യണം, അറിയിക്കേണ്ടതുണ്ട്. അപ്പോൾ അപേക്ഷയിലെ അപാകതകൾ പരിഹരിക്കാനായിട്ട് താഴെ കാണുന്ന വെബ്സൈറ്റ് ആയിട്ടുള്ള ce.kerala.gov.in കയറാൻ നിങ്ങളെല്ലാവരും. അതേപോലെ കാൻഡിഡേറ്റ് പോർട്ടൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മെമ്മോ ഡീറ്റെയിൽസ് കാണാൻ വേണ്ടി പറ്റും. മെമ്മോ ഡീറ്റെയിൽസിൽ നിങ്ങളുടെ അപാകതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഫോട്ടോയിലോ സിഗ്നേച്ചറിലോ അല്ലെങ്കിൽ പേരിലോ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നേരിട്ട് സമർപ്പിക്കുന്ന അല്ലെങ്കിൽ തപാൽ മുഖേന സമർപ്പിക്കുന്ന അല്ലെങ്കിൽ മെയിൽ വഴി സമർപ്പിക്കുന്ന യാതൊരു രേഖകളും യാതൊരു ഡോക്യുമെന്റ്സും അവർ പരിഗണിക്കുന്നതായിരിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യണം, എല്ലാവരും തന്നെ ഓൺലൈനായിട്ട് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇത് പരിഹരിക്കാനായിട്ടുള്ള ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് മെയ് 13-ാം തീയതിയാണ്. മെയ് 13-ാം തീയതി വൈകിട്ട് 3 മണിക്കുള്ളിൽ മക്കൾ എല്ലാ ഡോക്യുമെന്റ്സും സബ്മിറ്റ് ചെയ്തിരിക്കണം. അതിൽ കൂടുതൽ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതല്ല. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ആ ഒരു ഡേറ്റ് ശ്രദ്ധിക്കുക. കൂടാതെ കൂടുതൽ വിവരങ്ങൾക്കുമായിട്ട് കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമ്മൾ വീണ്ടും കാണുന്നതാണ്. മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ ട്യൂൺ. ബൈ.